ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സാന്ത്വനം ടൂവിന്റെ നമ്മുടെ വീക്കിലി പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ ആര്യൻ നമ്മുടെ ആകാശാണെന്ന് പറഞ്ഞിട്ടും വീണ മേഡത്തിന്റെ ഭർത്താവാണെന്ന് പറഞ്ഞ ആൾ മാറാട്ടം നടത്തിയ ആളെയും കൂട്ടിക്കൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വരുവാട്ടോ. അപ്പൊ ആ എസ് ഐക്ക് മനസ്സിലായി കള്ളി വെളിച്ചത്തായത്. അതുകൊണ്ട് തന്നെ അയാൾ പറയുന്നുണ്ട്, അതെ, നിങ്ങൾക്ക് ഇതിന് പറയാനോ ബോധിപ്പിക്കാണ്ടെങ്കിലും കോടതിയിലേക്ക് പോകും, അല്ലാതെ ഇവിടെ നിന്നിട്ട് കാര്യമൊന്നുമില്ല, അവളെ കോടതിയിൽ ഹാജരാക്കാൻ വേണ്ടി പോകുവാണ് എന്ന് പറയുമ്പോൾ ആരെയും പറയുന്നുണ്ട്, ശരി സർ, ഞങ്ങൾ കോടതിയിലേക്ക് പോയിക്കോളാം, പക്ഷെ അതിനു മുമ്പ് വരേണ്ടവരൊക്കെ ഒന്ന് വരണം. അപ്പൊ എസ് എ ചോദിക്കേണ്ട, ആരാണ് വല്ല കമ്മീഷണർ ആണോ, അതോ DJP ആണോ, അതോ വേറെ ആരെങ്കിലൊക്കെ ആണോ, വല്ല നേതാക്കന്മാരാണോ എന്നൊക്കെ കളിയാക്കി ചോദിക്കാണ്. അത് കേട്ട് ആര്യം പറയുന്നുണ്ട്, സാറേ, അവരെക്കാളൊക്കെ പിടിപാടുള്ള ആൾക്കാരാണ് വരാൻ പോണത്, അതാരാടാ എന്ന് ചോദിക്കുമ്പോ മാധ്യമ പ്രവർത്തകരും പത്രപ്രവർത്തകരും TV-ക്കാരും ന്യൂസ്കാരും ചാനലുകാരും അങ്ങനെയൊക്കെ ആരൊക്കെ ഉണ്ടോ അവരൊക്കെ വന്നിരിക്കുകയാണ്. കുറെ പിള്ളേര് സെറ്റും ഷോർട്സും വീഡിയോസ് ഒക്കെ എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. അത് കാണുമ്പോഴേക്കും നമ്മുടെ എസ് എ പറയണ്ട, ഇതൊക്കെ ഇവിടെ കയറുന്നതൊക്കെ ഇറങ്ങിപ്പോന്ന് പറയണം. അപ്പൊ ആര്യം പറയണ്ട, ആരും ഇറങ്ങിപ്പോരുത്, നന്നായിട്ട് പിടിച്ചോ, ഈ പോലീസുകാരൻ ഈ എസ് ഐയും ഇതിന്റെ കൂട്ട് നിന്നിട്ടുണ്ട്. ഈ മീനാക്ഷി എന്ന് പറഞ്ഞത് മേടത്തിയ കൈക്കൂലി കേസിൽ പിടിച്ച് ഇവിടെ ഇട്ടിരിക്കുകയാണ്. അത് ഇവരുണ്ടാക്കിയ ഒരു വ്യാജ കേസ് മാത്രമാണ്. ഇയാള് കൃഷ്ണമംഗലംകാരുടെ വെറും ഒരു വാലാട്ടി നായ മാത്രമാണ്. അവർക്ക് വേണ്ടി കുരയ്ക്കാനും അതുപോലെ തന്നെ വാലാട്ടിനും മാത്രം അറിയാവുന്ന വെറും ഒരു നായ മാത്രം ഇയാള് എന്നൊക്കെ പറഞ്ഞു കൊടുക്കാണ് ആര്. ഇയാൾ എന്താണ് ഈ പാവപ്പെട്ട സ്ത്രീയെ എടുത്ത് കാണിച്ചത് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം. ഇയാളുണ്ടല്ലോ ഒന്ന് മറ്റേ ആൾമാരുടെ നടത്തിയ ആളെ മീഡിയക്ക് മുമ്പിലേക്ക് എറിഞ്ഞു കൊടുക്കുകയാണ്. എന്റെ ചേട്ടന്റെ പേരിൽ ഇവൻ പോയിട്ട് എന്റെ ഏടത്തിയുടെ പരിചയമുള്ള ഒരാളുടെ വീട്ടിൽ പോയി പൈസ മേടിച്ചു, എന്നിട്ട് അത് എന്റെ വീട്ടിൽ കൊണ്ട് കൊടുത്തു. ആ വീട്ടില് കൊണ്ടു കൊടുത്തതിന് ശേഷം എന്റെ ഏട്ടനാണ് അത് ചെയ്തെന്ന് പറഞ്ഞ് ഇയാൾ പറഞ്ഞുണ്ടാക്കി. എന്റെ ഏട്ടന്റെ പേരിലാണ് ആൾമാർട്ടം നടത്തി അയാൾ അവിടെ പോയിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്തത്. എന്നിട്ട് പോയ വീട്ടിൽ ഇയാൾ CCTV ഉണ്ടാവും എന്നുള്ള കാര്യം ഇയാൾ ഓർത്തില്ല. CCTVയിലെ ഇയാളുടെ മുഖം നന്നായിട്ട് വ്യക്തമായിട്ട് പതിഞ്ഞിട്ടുണ്ട്, കണ്ടില്ലേ എന്ന് പറഞ്ഞിട്ട് ആര്യൻ CCTV ദൃശ്യങ്ങൾ മീഡിയക്ക് മുമ്പിൽ കാണിച്ചു കൊടുക്കുകയാണ്. ഇതിനെല്ലാത്തിനും സൂത്രധരൻ ഈ നിൽക്കുന്ന എസ് ആണ്. ഇയാൾ ഇതെല്ലാം ചെയ്തത് കൃഷ്ണമംഗലത്തിലെ അച്യുതനും അനന്തനും വേണ്ടിയിട്ടാണ്. അവരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിച്ചിട്ടാണ് ഇവര് ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണത്. ഇയാളുടെ മുഖം ശരിക്കും അങ്ങോട്ട് എടുത്തോ, എല്ലാവരും ഈ നാട്ടുകാരും ഈ സമൂഹവും എല്ലാവരും ഇവരെ അറിയട്ടെ എന്ന് ആര്യം പറയാണ്. അങ്ങനെ മീഡിയക്കാരൊക്കെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാണ്. അങ്ങനെ അച്യുതനും അനന്തനും TV കണ്ടുകൊണ്ടിരിക്കുക തന്നെ ഈ ന്യൂസ് ഫ്ലാഷ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുക. ഒരു പാവപ്പെട്ട സർക്കാർ ഉദ്യോഗസ്ഥനെ കൈക്കൂലി കേസിൽ പിടിച്ചു, SI പിടിയിൽ. അയാളുടെ കൂടെ ഉണ്ടായിരുന്ന കൃഷ്ണമംഗലത്തെ അച്യുതനും അനന്തനും ഉടനെ തന്നെ കസ്റ്റഡിയിലാകും എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേസ് വാർത്തകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് കാണുമ്പോഴേക്കും അച്യുതനാകെ വല്ലാതെ ബുദ്ധിമുട്ട് തോന്നും കേട്ടോ. അനന്തം പറഞ്ഞിട്ട്, ഞാൻ നിന്നോട് അപ്പോഴേ പറഞ്ഞതാണ് ഇതൊന്നും വേണ്ടാന്ന്. അറിയാലോ, ആ ദേവമംഗലം നിസ്സാരക്കാരല്ല. ഇപ്പൊ കണ്ടില്ലേ, അവസാനം പാര വെച്ച നിനക്ക് തന്നെ പാരയായി. ഇനിയിപ്പൊ എന്താ ചെയ്യാൻ പോണത്? നീ ഇവിടുന്ന് എത്രയും പെട്ടെന്ന് പോവാൻ നോക്ക്, അല്ലെങ്കിൽ പോലീസുകാർ എത്രയും പെട്ടെന്ന് ഇവിടേക്ക് വരും. കാരണം മീനാക്ഷിയുടെ ഹോൾഡ് അറിയാലോ, എത്രയും പെട്ടെന്ന് ഇവിടെ പോലീസുകാർ വന്നിട്ട് നിന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകും. അത് അതിനേക്കാളും വലിയ നാണക്കേടാകും. എത്രയും പെട്ടെന്ന് നീ ഇവിടുന്ന് പോവാൻ നോക്ക് എന്ന് പറയാണ്. അതിനുശേഷം മീനാക്ഷിയുടെ ഇതും പിടിച്ചുകൊണ്ട് SIനെ അവിടെ നിന്ന് വലിയ തലപ്പത്തെന്നൊക്കെ വിളിക്കുകയാണ്. അയാൾ അവിടെ സ്റ്റേഷനിൽ ഡിസ്മിസ് ചെയ്ത് വിടുവാണ് മീനാക്ഷിനെ. കോടതിയിൽ കൊണ്ടുവന്ന മുമ്പ് തന്നെ റിലീസ് ചെയ്യാട്ടോ. അത് കാണുമ്പോഴേക്കും നമ്മുടെ മീനാക്ഷിക്ക് സന്തോഷമാവേണ്ട. ആകാശിനെ തെറ്റിദ്ധരിച്ചല്ലോ വെച്ചിട്ട് ആകാശിനോട് സോറി മാപ്പൊക്കെ പറയാണ്. ആകാശിന് വല്ലാത്ത പരിഭവമുണ്ട്. നമ്മുടെ ബാലനും ആകാശിനോട് സോറി പറയട്ടെ, മോനെ, ഞാനും നിന്നെ തെറ്റിദ്ധരിച്ചു പോയി, വേറൊന്നുമല്ല, നീ മീനാക്ഷിയുടെ ജോലി കളയോന്നൊക്കെ പറഞ്ഞപ്പോ നീ തന്നെയായിരിക്കും അത് ചെയ്തിട്ടുണ്ടാവാന്ന് ഞാനും തെറ്റിദ്ധരിച്ചു, എന്നോട് ക്ഷമിക്കണം മോനെ നീ എന്നൊക്കെ പറഞ്ഞിട്ട് ആകാശിനെ ചേർത്ത് പിടിക്കുകയാണ് ബാലൻ കേട്ടോ. അപ്പൊ മീനാക്ഷി നമ്മുടെ ആകാശിനോട് സോറിയൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ അവരെല്ലാരും കൂടി വീട്ടിലേക്ക് പോണ സമയത്ത് ആകാശും ആര്യനും അതുപോലെ തന്നെ മാമനും പറയുന്നുണ്ട്, അച്ഛൻ മീനാക്ഷി എടുത്തിനെയും അതുപോലെ തന്നെ മിത്രനെ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോ. അല്ല, നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് ആര്യ എന്ന് ചോദിക്കുമ്പോ, ഞങ്ങൾക്ക് ലേശം പണി കൂടി ബാക്കിയുണ്ട്, പ്രശ്നത്തിനൊന്നും പോണ്ട, ഇനിയിപ്പോ എല്ലാ കാര്യവും കഴിഞ്ഞല്ലോ ഞങ്ങളെല്ലാം ചെയ്തോളാം, നിങ്ങൾ ആദ്യം വീട്ടിലേക്ക് പോ എന്ന് പറയാണ്. അങ്ങനെ ബാലൻ അവർ രണ്ടുപേരും കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് പോകുവാണ്. മീനാക്ഷി ആണെങ്കിൽ വണ്ടി നിന്നെല്ലാം കരഞ്ഞോണ്ടേ ഇരിക്കട്ടെ. കാരണം മീനാക്ഷി ഇത്രയും നേരം പിടിച്ചു നിൽക്കുമായിരുന്നു, ഇപ്പൊ എല്ലാം കൂടെ പൊട്ടി കരഞ്ഞോണ്ടിരിക്കുകയാണ് നമ്മുടെ മീനാക്ഷി. അതേസമയം ആകാശ് ആര്യനോട് പറയണ്ടടാ, ഇതിനാ കൃഷ്ണമംഗലംകാർക്ക് നമുക്ക് കൊടുക്കണ്ടേടാ. അതെ, അവര് ഇപ്പൊ ഇവിടുന്ന് ഓടിപ്പോവാൻ ചാൻസ് ഉണ്ട് ഏട്ടാ. അതുകൊണ്ട് ആദ്യം കൊടുക്കേണ്ടത് അയാളുടെ പ്രിയപ്പെട്ട പുത്രൻ ആലോകിനെയാണ്. കാരണം അയാളെ പിടിച്ച് നല്ല രീതിയിൽ തന്നെ ചവിട്ടി മെതയ്ക്കണം. ഇപ്പൊ ഈ കേസ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്കൊന്നും ആവില്ല. അതുകൊണ്ട് അച്യുതനെയും ആലോകിനെയും വേണം നമുക്ക് ആദ്യം കൈകാര്യം ചെയ്യാൻ എന്ന് പറഞ്ഞിട്ട് ആര്യനും അതുപോലെ തന്നെ ആകാശും മാമനും കൂടി ചേർന്ന് കൃഷ്ണമംഗലത്തിലേക്ക് ഇടിച്ചു കയറുവാട്ടോ.
എന്നിട്ട് അലോകിനെയും അതുപോലെ തന്നെ അച്യുതനെ നല്ല രീതിയിൽ അടിച്ച് നല്ല രീതിയിൽ പഞ്ചറാക്കുന്നുണ്ട്. എന്നിട്ട് അലോകിനെ കൊണ്ടിട്ടും അച്യുതനെ കൊണ്ടിട്ടും നമ്മുടെ മീനാക്ഷിയുടെ മൊബൈലിലേക്ക് വിളിപ്പിക്കുകയാണ് ആര്യൻ. ഇവരങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ലല്ലോ. മീനാക്ഷി എടുത്ത് മാപ്പും സോറിയും പറയണം. ശരിക്കും പറഞ്ഞാൽ മീനാക്ഷി എടുത്ത് കാല് പിടിക്കുന്നതാണ്. പക്ഷെ നിങ്ങളെ പോലത്തുള്ള ആൾക്കാരുടെ സ്പർശനം പോലും മീനാക്ഷി ഏൽക്കാൻ പാടില്ല. അതുകൊണ്ട് നീയെ അലോകെ നീയെ ഒരു കാര്യം ചെയ്യ്, മീനാക്ഷി എടുത്തിനെ വിളിച്ചിട്ട് സോറി പറ. സോറി പറയാനോ? അതെ, നീ സോറി പറയുന്നു, അത് ഇനി നിനക്ക് അടി വേണോ? വേണ്ട വേണ്ട, ഞാൻ സോറി പറഞ്ഞോളാം എന്ന് അലോക് പറയാണ്. ശേഷം ആര്യൻ നമ്മുടെ മീനാക്ഷിയുടെ മൊബൈലിലേക്ക് വിളിക്കുന്നുണ്ട്. മീനാക്ഷി കരഞ്ഞുകൊണ്ട് റൂമിലിരിക്കായിരിക്കും കേട്ടോ. മീനാക്ഷി ഫോൺ എടുക്കുന്നുണ്ട്. ഹലോ, ആര്യ പറയടാ. മീനാക്ഷി എടുത്തേക്ക് സംസാരിക്കാൻ വേണ്ടി ഒരാൾ ഇവിടെ കാത്തു നിൽക്കാണ്. ആരാടത്? ഞാൻ കൊടുക്കാം, ഇന്നടാ എന്ന് വേണ്ട അലോകിന്റെ ചെവിയിലേക്ക് ഫോൺ വെച്ച് കൊടുക്കാണ്. ഹലോ, ഞാൻ അലോകാണ് എന്ന് പറയുമ്പോഴേക്കും മീനാക്ഷിക്ക് ദേഷ്യം വരുവാട്ടോ. ഞാനും എന്റെ അച്ഛൻ ചെയ്ത തെറ്റിന് ക്ഷമ ചോദിക്കുന്നു, സോറി, മാപ്പ് തരണം എന്നൊക്കെ പറഞ്ഞ് പൊട്ടിക്കരയാണ് അലോക്. അത് കാണുമ്പോഴേ മീനാക്ഷിക്ക് ഒരു സമാധാനം ആവണത്. കാരണം തന്നോട് ചെയ്ത തെറ്റുകൾക്ക് സോറി പറഞ്ഞല്ലോ എന്ന് ആലോചിച്ചിട്ട് അങ്ങനെ അലോകിനെയും അതുപോലെ തന്നെ നമ്മുടെ അച്ഛനും നന്നായിട്ട് പെരുമാറിയിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് ദേവമംഗലത്തേക്ക് തിരിച്ചു വരുവാണ് നമ്മുടെ ആകാശും ആര്യനും അതുപോലെ തന്നെ മാമനും കൂടി ചേർന്നിട്ടോ. ഇതൊക്കെ കാണുമ്പോഴേക്കും നമ്മുടെ അച്ഛനൊന്നൊരു ദേഷ്യം കൂടുവാണ്. ഇതിനെ പകരം വീട്ടിൽ അവിടെ ഇപ്പൊ ആഘോഷം തുടങ്ങാൻ പോവാണല്ലേ, അനുമോളുടെ വിവാഹം ഉറപ്പിക്കുന്ന ചടങ്ങല്ലേ. ആ ചടങ്ങ് കോളമാക്കളോട് അലോകെ, ഇതിനെയൊക്കെ നമുക്ക് പകരം വീട്ടേണ്ടത് അനു വഴിയായിരിക്കണം. അതേച്ചാ, അത് ഞാനും ഉറപ്പിച്ച കാര്യമാണ്. സത്യം പറഞ്ഞാൽ അവളെ കെട്ടാൻ വേണ്ടി പോലും നിന്നത് അവരോട് പകരം വീട്ടാനാണല്ലോ. പക്ഷെ അവള് കൈ വഴുതിപ്പോയി. അവളിപ്പോ ആ കല്യാണം കഴിക്കാൻ വന്ന ചെക്കനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്നാ കേട്ടത്. ഫോംവിളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് അവൾ എന്നെ പൂർണ്ണമായിട്ടും മറന്നിട്ടുണ്ടാകും. എടാ, മറന്നാലും ഇല്ലെങ്കിലും നീ അവളെ എങ്ങനെയെങ്കിലും എന്ത് ചെയ്തിട്ടാലും കുഴപ്പമില്ല. അവള് കാരണം ആ കുടുംബം കരയണോടാ, നാണം കിടണം. അത് ഞാൻ ഏറ്റുവെച്ച, അത് ഞാൻ നേരത്തെ തീരുമാനിച്ച കാര്യമാണ് എന്ന് അലോക് പറയുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഭാഗം നമുക്ക് വീക്കെൻഡ് പ്രൊമോയിൽ കാണാൻ സാധിച്ചത്. പക്ഷെ നമ്മുടെ അലോക് ഒരു വലിയൊരു കാര്യം ചെയ്യും കേട്ടോ. ഈ കല്യാണത്തെ മുഹൂർത്ത സമയത്ത് അനുവിന് അവിടെ നിന്ന് മയക്കിയിട്ട് അലോക് കൊണ്ടുപോകുവാണ്. വേറൊന്നുമല്ല, കല്യാണ സമയത്ത് പെണ്ണ് ഒളിച്ചോടി പോയെന്ന് പറഞ്ഞിട്ട് വിവാഹം മുടങ്ങാനായിട്ട് അലോക് അതിൽ വിജയിക്കുന്നുണ്ട് കേട്ടോ. കല്യാണം മുടങ്ങും, പെണ്ണ് ഒളിച്ചോടി പോയെന്ന് തെറ്റിദ്ധരിച്ച് കല്യാണ ചെറുക്കനും അതിന് നമ്മുടെ കൃഷ്ണമംഗലം ദേവമംഗലംകാരി പോലും അത് വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ അനുവിനെ വിവാഹം കഴിക്കണമെന്നൊന്നും ഇല്ല. അനുവിന്റെ വിവാഹം മുടക്കണം, അത്ര മാത്രമേ ഉള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്തട്ടോ. പക്ഷെ അനുവിന്റെ കാര്യം മനസ്സിലായി, അലോക് തന്നെ ചതിച്ചതാണ്. അലോകിന് തന്റെ വീട്ടുകാരെ നാണം കെടുത്താൻ വേണ്ടി ഇത് ചെയ്തതാണ്. അതുകൊണ്ട് അനു വിട്ടുകൊടുക്കുന്നില്ല. അനു എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് കയ്യിലൊരു താലി ഉണ്ടായിരുന്നു. ആ താലി അനു തന്നെ തന്റെ കഴുത്തിലേക്ക് ചാർത്തുവാണ്. എന്നിട്ട് അലോക് തന്നെ വിവാഹം കഴിച്ചു, നിർബന്ധിച്ച് വിവാഹം കഴിച്ചു. ഇനി മുതൽ താൻ അലോകിന്റെ ഭാര്യയാണെന്നൊക്കെ പറഞ്ഞിട്ട് നേരെ കൃഷ്ണമംഗലത്തിലേക്ക് കയറി ചെല്ലുവാണ് നമ്മുടെ അനു കേട്ടോ. എന്നിട്ട് അവിടെ എന്തൊക്കെ കോലാഹലം ഉണ്ടാക്കാവോ അതൊക്കെ ചെയ്യുവാണ്. നമ്മുടെ അലോകിനെ എടുത്ത് കുത്തുവാളെടുപ്പിക്കാണ് അലോകിനെ ഒരു വലിയ കടക്കണിയിലേക്ക് തന്നെ വീഴ്ത്തുവാട്ടോ. എന്തായാലും അനു അവിടെ ചെന്നിട്ട് നല്ല രീതിയിൽ അലോകിന്റെ വീട്ടുകാരായിട്ടുള്ള അച്യുതനും അമ്മക്കൊക്കെ നല്ല രീതിയിൽ പണി കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇത് തമിഴിലുള്ളൊരു ഭാഗമാണ്. അപ്പൊ ഇതെന്തായാലും നമുക്ക് മലയാളത്തിൽ കാണാൻ സാധിക്കും. അത് 100% ഷുവർ ആട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.